ചാത്തൻ്റെ കഥകളിലൂടെ തന്നെ ഈ വീഡിയോ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ആൾക്കെട്ട് കുടുംബോഷിച്ചു വിരാടിപ്പാൻ കാളകാട്ടുമനക്കിലെ തിരുമേനി ശ്രേഷ്ഠനും വേദപണ്ഡിതനുമായിരുന്നു. സമ്പത്തും ഭൂസ്വത്തും തിരുമേനിക്ക് നാട്ടിൽ ഉന്നത പദവി നേടിക്കൊടുത്തുവെങ്കിലും സന്താന സൗഭാഗ്യം നൽകുവാൻ സർവേശ്വരൻ മടി കാണിച്ചു. ദൈവപ്രീതിക്ക് വേണ്ടി തിരുമേനിയും ആത്തോലും കാണുന്ന മഹാക്ഷേത്രങ്ങളിലൊക്കെ ദർശനം ചെയ്തു വഴിപാടുകൾ കഴിച്ചും ഭജിച്ചും ഊരുചുറ്റി സഞ്ചരിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ശ്രീകൈലാസത്തിൽ നിന്നും മഹേശ്വരനും പാർവതിയും മലനാട്ടിലെത്തുകയും വേടന്റെയും വേടത്തിയുടെയും വേഷം ധരിച്ച് കളിച്ചും വേട്ടയാടിയും കാട്ടിൽ രസിച്ചു നടന്നു. വേടത്തി ഗർഭം ധരിച്ചു, ദിവ്യഗർഭം. 3-ാം നാൾ കുഞ്ഞിനെ പ്രസവിച്ചു. അന്നായിരുന്നു കറുത്ത വാവും കരിമ്പൂരാടം. കള്ളക്കർക്കിടക മാസം, തോരാത മഴ, കൊടുങ്കാറ്റും ഇടിവെട്ടും. ഇത് കണ്ട് കാടന്മാർ ഭയപ്പെട്ടു. എല്ലാം അശുഭലക്ഷണങ്ങൾ. പാർവതീദേവി നെടുവീർപ്പിട്ടു. കാഴ്ചയിൽ കാടനാണെങ്കിലും കുഞ്ഞ് അത്ഭുത ശക്തിയുള്ളവനാണ്. ദേവനും ദേവിയും അത് തിരിച്ചറിഞ്ഞു. പക്ഷേ കുഞ്ഞു പിറന്നത് ഭൂമിയിലാകയാൽ എങ്ങനെ കൈലാസത്തിലേക്ക് കൊണ്ടുപോകും? ശിവന് സംശയം. പാർവതീദേവിയുടെ മനസ്സിൽ മാതൃത്വം ഉണർന്നു. പ്രസവിച്ച കുഞ്ഞിനെ വളർത്താൻ അനുവദിക്കണമെന്ന് പാർവതീദേവി മഹാദേവനോട് അപേക്ഷിച്ചു. എന്നാൽ മഹാദേവൻ പറഞ്ഞു, ദേവി പിടിവാശി ഉപേക്ഷിക്കൂ. കാളകാട്ടെ തിരുമേനിയും ആത്തോലും പുത്രദുഃഖം അനുഭവിച്ച് ക്ലേശിക്കുകയാണ്. ആ ദമ്പതികൾ നമ്മുടെ ഭക്തന്മാരാണ്. അവരെ ആശ്വസിപ്പിക്കേണ്ട കടമയും നമുക്കുണ്ട്. ഈ കുഞ്ഞിനെ അവർക്ക് നൽകാം. അവർ സ്വന്തം പുത്രനെ പോലെ വളർത്തുന്നത് കണ്ട് നമുക്ക് സന്തോഷിക്കാം. പരമശിവന്റെ വാക്കുകൾ ദേവി സ്വീകരിച്ചു. കുഞ്ഞിനെ ആ കൊടുങ്കാട്ടിൽ ഉപേക്ഷിച്ച് അവർ അപ്രത്യക്ഷരായി. പിറ്റേന്നാൾ നേരം പുലർന്നപ്പോൾ കാളകാട്ടുമനക്കിലെ പടിപ്പുരയിൽ നിന്ന് ഒരു കുഞ്ഞിന്റെ രോദനമുയർന്നു. മുറ്റം തൂത്തുവാരുന്ന സ്ത്രീയുടെ ചെവിയിലാണ് ആ കരച്ചിൽ ആദ്യം പതിച്ചത്. അവൾ ചൂര് താഴെയിട്ട് പടിപ്പുരക്കലേക്ക് ഓടിച്ചെന്നു. കുഞ്ഞ് അപ്പോഴും കരച്ചിൽ നിർത്താതെ തുടരുകയാണ്. അനുകമ്പയോടെ അവൾ കുഞ്ഞിനെ സൂക്ഷിച്ചു നോക്കി. പ്രസവിച്ച് അധിക സമയം കഴിയാതെ കുഞ്ഞാണ്. കൈകൊട്ടി ശബ്ദമുണ്ടാക്കിയപ്പോൾ അവൻ മോണ കാട്ടി ചിരിച്ചു. കൈകാലുകൾ ടടിച്ചു കളിച്ചു. മുറ്റമടിക്കുന്ന അവളുടെ മനസ്സ് തുടിച്ചു. ആരാണ് ഈ ദ്രോഹം ചെയ്തത്? കളങ്കം പുരളാതെ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ എങ്ങനെ മനസ്സ് വന്നു? ആ മഹാപാപികളോട് ദൈവം ഒരിക്കലും പൊറുക്കുകയില്ല. മനസ്സുകൊണ്ട് അവൾ അവരെ പ്രാഗി. പെട്ടെന്ന് തന്നെ മനക്കലേക്കോടി ആത്തോലമ്മയുടെ മുമ്പിൽ ചെന്നു കുഞ്ഞിനെ കണ്ട കാര്യം പറഞ്ഞു. കറുത്തവനാണെങ്കിലും 7 അഴകുള്ളവനാണ് അവനെന്ന് പറഞ്ഞപ്പോൾ തന്നെ അന്തർജനത്തിൻ്റെ മുഖം തെളിഞ്ഞു. അവൻ്റെ കളിയും ചിരിയും കുസൃതിയും മനസ്സിൽ പൂത്തുലഞ്ഞു. കുഞ്ഞിനെ ഓടിച്ചെന്ന് വാരിപ്പുണരുവാൻ ആത്തോലമ്മ കൊതിച്ചു. നിമിഷങ്ങൾക്കകം ഭർത്താവിനോടൊപ്പം പടിപ്പുരയിലെത്തി. ആത്തോലമ്മ കുഞ്ഞിനെ വാരിപ്പുണർന്നു. ദൈവം തന്ന നിധിയാണ്. കുഞ്ഞിൻ്റെ നെറ്റിയിൽ തെളിഞ്ഞു കാണപ്പെട്ട ചന്ദ്രക്കല കാട്ടിക്കൊടുത്തുകൊണ്ട് തിരുമേനി പത്നിയോട് പറഞ്ഞു. കുഞ്ഞിൻ്റെ ചെറിയ കണ്ണുകളും കുറിയ ശരീരവും തുറിച്ച നോട്ടവും എണ്ണക്കറുപ്പും തിരുമേനിയെ അത്ഭുതപ്പെടുത്തി. കുഞ്ഞു ദിവ്യനാണ്, മനുഷ്യാതീതനാണ്, കരുത്തനാണ്. സന്താന ദുഃഖം തീർക്കാൻ മഹാദേവൻ തന്നനുഗ്രഹിച്ച സ്നേഹത്തിടമ്പ്. അവനെ എടുത്തോളൂ, തിരുമേനി കൽപ്പിച്ചു. ആത്തോലമ്മ അത്ഭുത ശിശുവിനെ എടുത്ത് ഇല്ലത്തേക്ക് നടന്നു. തിരുമേനി രണ്ടുപേരും മാറി മാറി മുത്തം നൽകി അവനെ ലാളിച്ചു വളർത്തി. കാലം കഴിയവേ കുട്ടിയുടെ കുസൃതികൾ വർദ്ധിച്ചു. ബാലലീലകൾ അതിരുകടന്നു. പക്ഷേ വിയോജിപ്പ് കാണിക്കുവാൻ മാതാപിതാക്കൾക്ക് ആയില്ല. കളിക്കൂട്ടുകാരെ പോലെ അവർ അവനെ അനുസരിച്ചു. അത് അവനെ അച്ചടക്കമില്ലായ്മയിലേക്ക് നയിച്ചു. കുഞ്ഞിൻ്റെ പ്രവൃത്തികൾ അക്രമത്തിലേക്ക് കടന്നപ്പോൾ അവർ സഹികെട്ടു. കുഞ്ഞ് പൂജാപാത്രങ്ങളും ഹോമദ്രവ്യങ്ങളും ഹോമകുണ്ഡവും നശിപ്പിച്ചു. ഉടയാടകൾ വാരിക്കൂട്ടി കത്തിച്ചു. ആഭരണങ്ങൾ വലിച്ചൂരി കിണറ്റിലിട്ടു. വേദമന്ത്രങ്ങൾ ഉരുവിടുന്നത് കേട്ടാൽ അവൻ ഓടിയെത്തും, ബഹളം വെച്ച് തടയും.
തിരുമേനിയെ കളിയാക്കുകയും മന്ത്രങ്ങൾ പിഴപ്പിച്ചു ചൊല്ലുകയും തെറ്റിപ്പോയെന്ന് സമർത്ഥിക്കുകയും ചെയ്തു. തിരുമേനി ഇത് കാരണം പൊറുതിമുട്ടി അവനെ കഠിനമായി ശാസിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല. ഒരു ദിവസം സഹികെട്ടപ്പോൾ തിരുമേനി അവനെ കുട്ടിച്ചാത്ത എന്ന് വിളിച്ചു കാലിത്തൊഴുത്തിലേക്ക് അയക്കുവാൻ കൽപ്പിച്ചു. മൃഗങ്ങളോടൊപ്പം വളരുന്നതാണ് അവന് അഭികാമ്യമെന്ന് കരുതി. കുറച്ചുകാലം കാലികളെ മേയിച്ച് നടക്കട്ടെ. ആത്തോലമ്മയും അതുതന്നെ അഭിപ്രായം പറഞ്ഞു. സ്വൈര്യ ജീവിതം നയിക്കാൻ ആ ദമ്പതികൾക്ക് മറ്റു വഴികളൊന്നും തന്നെയില്ലായിരുന്നു. തിരുമേനിയുടെ ഉത്തരവ് നാലുകെട്ടിൽ മുഴങ്ങി. ചാത്തൻ്റെ പൊട്ടിച്ചിരി ആകാശത്തോളം ഉയർന്നു. അവൻ തിരുമേനിയുടെ കുടുമയിൽ കയറിപ്പിടിച്ച് പരിഹസിച്ചു. വിഡ്ഢിച്ചിരി കേട്ട് തിരുമേനി വിഷണ്ണനായി താടിക്ക് കൈയും കൊടുത്ത് വിധിയെ പഠിച്ച് തറയിലിരുന്നു. ദൈവമേ, ഇവനെ എന്തു ചെയ്യും? എങ്ങനെ പൊറുപ്പിക്കും? ദൈവം ഇത്ര ക്രൂരനായി പോയല്ലോ. ഇതിലും ഭേദം പുത്രദുഃഖം സഹിച്ച് കഴിയുകയായിരുന്നു. തിരുമേനിയുടെ മനസ്സ് ഇങ്ങനെ മന്ത്രിച്ചു. ആരെവിടെ? തിരുമേനി സേവകന്മാരെ വിളിച്ചു. ഇവനെ ഇല്ലത്ത് നിന്ന് പിടിച്ചു കൊണ്ടുപോകും. ഇന്നു മുതൽ ചാത്തൻ്റെ സ്ഥാനം കാലിത്തൊഴുത്തിലാണ്. സേവകന്മാർ ചാത്തനെ പുറത്തേക്ക് പിടിച്ചു കൊണ്ടുപോയി. ചാത്തൻ പിതാവിൻ്റെ ആജ്ഞ സ്വീകരിച്ചു. കുന്നുകൾ കയറിയിറങ്ങി കാലികളോടൊപ്പം മേഞ്ഞു നടന്നു. മൃഗങ്ങളോടൊപ്പം അന്തിയുറങ്ങുന്നത് അവന് ഹരമായി തീർന്നു. നേരം വെളുത്താൽ കുരങ്ങന്മാരോടൊപ്പം മരം കയറി നടക്കും. കുരുവികളോടൊപ്പം പാടും. വണ്ടുകളോടൊപ്പം മൂളി രസിക്കും. കണ്ടതും കിട്ടിയതും തിന്നു വിശപ്പടക്കും. അല്ലലില്ലാതെ നാളുകൾ കടന്നുപോയി. അങ്ങനെയിരിക്കെ ചാത്തനൊരു മോഹം. കാളകാട്ടെ ആത്തോലമ്മയെ കാണണം. അമ്മയുടെ കയ്യിലുള്ള സ്വർണ്ണക്കിണ്ടിയിലെ പാല് കുടിക്കണം. വിശപ്പടക്കണം. ഒരു ദിവസം തൻ്റെ മോഹം അവൻ തുറന്ന് അമ്മയോട് തന്നെ പറഞ്ഞു. പൊൻകിണ്ടിയിലല്ല, മൺകിണ്ടിയിലാണ് തരേണ്ടത്. ദുഷ്ടൻ കുടുംബത്തിൻ്റെ സ്വൈര്യം നശിപ്പിച്ചു. കുപിതയായ തിറച്ചുകൊണ്ട് ആത്തോലമ്മ ചാത്തന് നേരെ ആക്രോശിച്ചു. ചാത്തൻ്റെ മുഖം ചുവന്നു. ഉരുട്ടിമിഴിച്ച കണ്ണുകളിൽ കോപം അഗ്നിസ്ഫുലിംഗങ്ങളായി ആത്തോലമ്മയുടെ നേർക്ക് പ്രവഹിച്ചു. രക്ഷിക്കണേ! ഭയപ്പെട്ടവർ അകത്തേക്കോടി കതകടച്ചു. അകത്ത് ആത്തോലും പുറത്ത് കുട്ടിച്ചാത്തനും. നേരം വെളുത്തിട്ടും വാതിൽ തുറന്നില്ല. കുട്ടിച്ചാത്തൻ പടിയിറങ്ങി നടന്നു. ദാഹം പെരുകി. കന്നുകാലികൾ കൂട്ടം കൂട്ടമായി ചലിച്ചപ്പോൾ കുട്ടിച്ചാത്തൻ കന്നുകളെ പിന്തുടർന്നു. നട്ടുച്ച നേരത്ത് പൊള്ളുന്ന വെയിലിൽ ശരീരം ചുട്ടുപൊള്ളിയപ്പോൾ ചാത്തൻ്റെ കോപം ഇരട്ടിച്ചു. ആത്തോലമ്മയെ കാണുന്നത് പോലും അവന് വെറുപ്പായി. പ്രതികാരാഗ്നി കത്തിജ്വലിച്ചു. കുട്ടിച്ചാത്തൻ്റെ ഘോരാട്ടഹാസം കേട്ട് മലകൾ നടുങ്ങി. കാട് തേങ്ങിക്കരഞ്ഞു. മേഞ്ഞുകൊണ്ടിരുന്ന കന്നുകാലികൾ വിരണ്ടുവിറച്ചു. മതയാനയുടെ ചിഹ്നം വിളി അന്തരീക്ഷത്തിൽ ഭീകരത പരത്തി. കൂട്ടത്തിൽ ഒരു കരിവീരൻ മുന്നോട്ട് പാഞ്ഞു. കുട്ടിച്ചാത്തൻ അവൻ്റെ പുറത്തേക്ക് ചാടിക്കയറി അവനെ നിയന്ത്രിച്ചു. കാലിക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് കാട്ടാന എടുത്തു ചാടി. കൂറ്റൻ കാള തുമ്പിയിലമർന്നു. കഴുത്തിലിരുന്ന ചാത്തൻ കാളയുടെ കഴുത്തറത്ത് ചുടുചോര കുടിച്ചു. ദാഹം തീർത്തു. വാർത്തയറിഞ്ഞ് കാടന്മാർ കാളയെ തേടിയെത്തി. കാളയെവിടെ? കാട് മുഴുവൻ അരിച്ചു പെറുക്കി. കാളയെ കാണാതായപ്പോൾ കാടന്മാർ ചാത്തനു നേരെ തിരിഞ്ഞു. കാള കൈലാസം പ്രാപിച്ചു. പുച്ഛരസത്തിലുള്ള കുട്ടിച്ചാത്തൻ്റെ മറുപടി അവരെ ക്ഷുഭിതരാക്കി. അത് കേട്ടറിഞ്ഞ് കാളകാട്ടിൽ ആത്തോൽ ഓടിയെത്തി. നെഞ്ചത്തടിച്ച് അലറി വിളിച്ചു. ദുഷ്ട, കാളയെ നീ കൊന്നു തിന്നുവല്ലേ? സഹിക്കാൻ കഴിയുന്നതിലപ്പുറമായപ്പോൾ ആത്തോലമ്മ പൊട്ടിത്തെറിച്ചു. അതിന് ചാത്തൻ മറുപടി പറഞ്ഞില്ല. വീണ്ടും പൊട്ടിച്ചിരിച്ചു. പൊട്ടിച്ചിരി തന്നെ കളിയാക്കലാണെന്ന് ആത്തോല് തിരിച്ചറിഞ്ഞു. എങ്കിലും ഒന്നും പറഞ്ഞില്ല. ചാത്തന് നേരെ തുറച്ചു നോക്കിക്കൊണ്ട് അമ്മ കോപം നിയന്ത്രിച്ചു. പാലു തരാതെ കാളകാട്ടാത്തോലെ, നിങ്ങളെ എനിക്ക് വെറുപ്പാണ്. പാലിന് പകരം കാളകാട്ടെ കാളയുടെ ചോര കുടിച്ച് ഞാൻ വിശപ്പടക്കി. കുട്ടിച്ചാത്തൻ്റെ പുറത്ത് തെരുതെരെ കാഞ്ഞിരക്കോലുകൾ പതിച്ചു. കാളയെ കൊന്നതിലുള്ള പ്രതിഷേധം ശക്തമായപ്പോൾ കുട്ടിച്ചാത്തൻ തളർന്നു വീണു. കാടർ അവന് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. കറുത്തിരണ്ട ശരീരം കരിമ്പാറയിൽ പതിച്ചപ്പോൾ ചോരപ്പുഴ കുത്തിയൊഴുകി. തീരാപ്പക അപ്പോഴും ആ കണ്ണുകളിൽ ആളിക്കത്തിയിരുന്നു. കുറ്റബോധം അവനെ തളർത്തിയില്ല. പ്രതികാരാഗ്നി കത്തിയുയർന്നു. തീജ്വാലകൾ കാളകാട്ട് ഗായിലൂടെ കിണറ്റിൻകരയിലേക്ക് പടർന്നു. അമ്മ കിണറ്റിൽ നിന്ന് പൊൻകുടത്തിൽ വെള്ളം കോരുകയായിരുന്നു. കുട്ടിച്ചാത്തൻ്റെ ദൃഷ്ടി അമ്മയുടെ നേർക്ക് പാഞ്ഞു. ഒരു പാറക്കല്ലെടുത്ത് അവർ ഉന്നം പിടിച്ചതും എറിഞ്ഞു. കാളകാട്ടാത്തോലും ഏറുകൊണ്ടു നിലംപതിച്ചു. അമ്മ കിടന്നു പിടഞ്ഞു. കിണറ്റുമുറ്റത്ത് കൂട്ടക്കരച്ചിലുയർന്നു.
കണ്ടുനിന്നവർ കാളകാട്ടാത്തോലെ ചുമന്ന് അകത്തേക്ക് കൊണ്ടുപോയി പുറന്തളത്തിൽ കിടത്തി. കുരുത്തം കെട്ട ചെറുക്കൻ കാടന്മാർ കുട്ടിച്ചാത്തനെ കുറ്റപ്പെടുത്തി. പക്ഷേ അതൊന്നും കേട്ട ഭാവം അവൻ നടിച്ചില്ല. ചാത്തൻ്റെ മുഖത്ത് അപ്പോഴും രൗദ്രഭാവം തന്നെയായിരുന്നു. സന്തതിയെ ഒതുക്കാൻ എന്തു വേണം? കാഞ്ഞിരക്കോലും മുറിവുവോളം തല്ലുകിട്ടിയിട്ടും തളരാതവനാണ്. കാടന്മാർ കൂടിയിരുന്ന് വഴികൾ ആരാഞ്ഞു. ഒടുവിൽ കുട്ടിച്ചാത്തനെ പിടിച്ചുകെട്ടി കാഞ്ഞിരപ്പുഴക്കടവിലെത്തിച്ചു. കടവിലെ പെരിങ്കല്ലിൽ അവൻ്റെ തല ചേർത്ത് വെച്ചു. കാട്ടുമൂപ്പൻ ഉറഞ്ഞുതുള്ളി കാട്ടാറും കരകവിഞ്ഞൊഴുകി. മൂപ്പൻ്റെ വാള് ആഞ്ഞു വീശിയപ്പോൾ ചാത്തൻ്റെ തല അറ്റുവീണു. ബലിഷ്ഠമായ കറുത്ത ഉടൽ കാഞ്ഞിരപ്പുഴയിലെ ഓളത്തിൽ പാഞ്ഞൊഴുകി നടന്നു. അത് കണ്ടപ്പോൾ പേടിച്ച് കാടന്മാർ മനക്കലേക്കോടി. കുളിച്ച് വേണം മനപ്പടി കയറാൻ, ആരോ പിന്നിൽ നിന്ന് പറഞ്ഞു. കാടന്മാർ ചിറയിൽ മുങ്ങിക്കുളിച്ച് ഈറനൊടുത്ത് മനക്കലെത്തി. ആശ്ചര്യമെന്ന് പറയട്ടെ, വെട്ടിക്കൊന്ന കുട്ടിച്ചാത്തൻ കണ്ണുരുട്ടി മിഴിച്ച് കൺമുൻപിൽ നിൽക്കുന്നു. പ്രേതം, പ്രേതം! എല്ലാവരും അലറി വിളിച്ചു. നാലുകെട്ടിനകത്തും പുറത്തും ചാത്തൻ പൊട്ടിച്ചിരിച്ചു. സഞ്ചരിക്കുന്നു. എവിടെയും അവന് കടന്നു ചെല്ലാം. ഒരിക്കലും വിലക്കില്ല, ഒരിടത്തും വിലക്കില്ല. എന്താ ബഹളം? ചാത്തൻ ചത്തില്ലേ? വലിയ തിരുമേനി തിരക്കി. പെട്ടെന്നൊരു പൊട്ടിച്ചിരി നടുമുറ്റത്ത് പരന്നു. ചാത്തൻ്റെ ചിരി തിരിച്ചറിയുവാൻ തിരുമേനിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. കാടർ അവനെ തേടി നടന്നു. കിണ്ടിയിലും കിണ്ണത്തിലും അവനുണ്ട്. പാത്രങ്ങൾ ആകാശത്ത് പറന്നു സഞ്ചരിക്കുന്നതും അവൻ്റെ ശക്തി കൊണ്ടു തന്നെ. കത്തിച്ചു വെച്ച വിളക്കുകൾ ഒഴുകി നടക്കുന്നു. പൂജാപാത്രങ്ങൾ തലകീഴായി മറിയുന്നു. അട്ടഹാസം മുഴങ്ങി. കണ്ണടച്ചവരും കണ്ണു തുറന്നവരും കുട്ടിച്ചാത്തനെ കണ്ടു ഞെട്ടി. കാടന്മാർ നാലുകെട്ടിനകത്തും കാളകാട്ടെ ആത്തോലമ്മ പുറത്തും ഭയപ്പെട്ട് അലറി വിളിച്ച് കരഞ്ഞും മൂടി നടന്നു. സർവത്ര ഭീകരാന്തരീക്ഷം. പൊൻകിണ്ടി എവിടെ? കുട്ടിച്ചാത്തൻ തപ്പി നടന്നു. കുട്ടിച്ചാത്തൻ്റെ ദുഷ്പ്രവൃത്തികൾ കണ്ട് തിരുമേനി പകച്ചു നിന്നു. തികഞ്ഞ നിസ്സഹായത ആ മുഖത്ത് പ്രകടമായപ്പോൾ മന്ത്രവാദികൾ സഹായത്തിനെത്തി. തിരുമേനി അവരെ വണങ്ങി സ്വാഗതം ചെയ്തു. ഹോമകുണ്ടങ്ങൾ പുകഞ്ഞു. വേദമന്ത്രങ്ങൾ ഉയർന്നു. മന്ത്രവാദി മുഖ്യൻ പാതിരാത്രിയുടെ ഏകാന്തതയിൽ കുട്ടിച്ചാത്തനെ ആവാഹിച്ചിരുത്തി. കർമ്മങ്ങൾ തുടർന്നു. കുട്ടിച്ചാത്തൻ കർമ്മഫലം അനുഭവിച്ചു. മുറയിട്ടലറി പ്രതിഷേധമറിയിച്ചു. ആരും ഗൗനിച്ചില്ല. കർമ്മികളായ മന്ത്രവാദികൾ ചാത്തനു നേരെ തിരിഞ്ഞു. ചാത്തൻ്റെ ശരീരം കഷ്ണം കഷ്ണങ്ങളാക്കി കൊത്തിയരിഞ്ഞു. ശരീരഭാഗങ്ങൾ കുണ്ടലികളിൽ ഹോമപ്പുരയിൽ നിരത്തിവെച്ചു. ഹോമകുണ്ടങ്ങൾ ജ്വലിച്ചു. കുണ്ടലികളിൽ നിന്നും ശരീരഭാഗങ്ങൾ ഓരോന്നായി മന്ത്രവാദികൾ അഗ്നിയിലേക്ക് ഹോമിച്ചു. മന്ത്രവാദി മുഖ്യൻ 390 കഷ്ണം കൂടി ഹോമിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ആശ്വാസമായി. കുട്ടിച്ചാത്തൻ അവസാനിച്ചു. അവസാനത്തെ കഷ്ണം ഹോമകുണ്ടത്തിൽ കിടന്നു പുകഞ്ഞു. അതിൽ നിന്ന് ഉയർന്നു വന്ന ധൂമപടലങ്ങൾ അന്തരീക്ഷത്തിൽ പരന്നപ്പോൾ 100 കണക്കിന് കുട്ടിച്ചാത്തന്മാർ ജനിച്ചു. പുകച്ചുരുളുകൾക്കിടയിലൂടെ അവ ആകാശത്തിൽ നൃത്തം ചെയ്തു. പോർവിളികളും ആരവങ്ങളും അന്തരീക്ഷത്തിൽ ഭീകരത പരത്തി. ചാടിത്തുള്ളുന്ന കുട്ടിച്ചാത്തന്മാരെ കണ്ട് മന്ത്രവാദികൾ ഭയപ്പെട്ടോടി. അവർക്ക് രക്ഷപ്പെടാനായില്ല. മന്ത്രവാദികൾ അഗ്നിക്കിരയായി. മനകളെല്ലാം കത്തി നശിച്ചു. എല്ലാവരും പെരുമലയൻ്റെ അടുത്ത് ചെന്ന് ഭക്തിപൂർവ്വം അപേക്ഷിച്ചു, രക്ഷിക്കണേ. പെരുമലയൻ്റെ വെളിപാട് പ്രകാരം ജനം കുട്ടിച്ചാത്തൻ തെയ്യം കെട്ടിയടിച്ചു. കുട്ടിച്ചാത്തൻ മലനാട്ടിലെ ദൈവമായി അറിയപ്പെട്ടു. ചാത്തൻ തെയ്യം ആശ്വാസമരുളി, അനുഗ്രഹവും. വൈഭവം പലതും കാട്ടി ഗോകുല പരിപാലനം ചെയ്തു. ഗോക്കളെ ശിരസറുത്തു. ഗോശാല കെട്ടി വിദ്യഭ്യസിച്ചോര് വിപ്രനെ തള്ളിയിട്ടു. നാഥന്റെ തല്ലും പറഞ്ഞ് തക്ഷണം ക്രോധത്താൽ കൊട്ടയെ തീയം കോരി ഞാൻ പുറപ്പാടായേ. കാളകാട്ടച്ഛന്റെ ദുർമന്ത്രവാദത്തിനിരയായ ചാത്തൻ കഷണങ്ങളായി തെറിച്ചപ്പോ വീണവാൻ പൂക്കുട്ടിയെ, കരിയിൽ വീണവാൻ കരിക്കുട്ടിയെ, പറന്നുപോയവൻ പറക്കുട്ടിയെ, തീയിൽ വീണവൻ
എന്റെ ആരംഭമായിരിക്കുന്ന അഗ്നിയെ അഗ്നിയോട് നിർവട്ടം പിടിക്കട്ടെ, അഗ്നി വാങ്ങി അനുഭവിക്കട്ടെ, അഗ്നി വാങ്ങി അനുഭവിക്കട്ടെ. ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും മറക്കരുത്.